ചുണയുണ്ട്. ഞാൻ വിളിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള സകല ദൈവങ്ങളെയും എന്റെ കൂടെ ഒന്ന് കറപ്പിച്ച് കാണിക്കുക. ഒക്കെ മനുഷ്യനെ നിയന്ത്രിക്കാൻ വേണ്ടി മേളിൽ ഒരുത്തൻ ഇരുന്ന് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ പേടിക്കും. അതുകൊണ്ടാണ് എല്ലാവരും മേളോട്ട് നോക്കുന്നത്. മേളിൽ ഈ പ്രപഞ്ചത്തിന് മേളും താഴെയൊന്നും ഇല്ല. ഒരു വെള്ളത്തിന്റെ തുള്ളിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കാനും നിങ്ങളുടെ കറുത്ത മുടിയെ വെളുത്ത മുടിയാക്കാൻ കഴിയുന്നതായ അതേ ദൈവത്തിന് നിങ്ങളുടെ വെളുത്ത മുടിയെ കറുത്ത മുടിയാക്കാനും കഴിയും. പക്ഷെ മനുഷ്യൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതല്ല ദൈവം. മനുഷ്യനാണ് ദൈവത്തിന്റെ സൃഷ്ടിയും അടിമയും, അല്ലാതെ ദൈവം മനുഷ്യന്റെ സൃഷ്ടിയോ അടിമയോ അല്ല. മുകളിലിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ ഡിറക്ഷൻ അല്ല. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ കെട്ടിടത്തിന്റെ മുകളിൽ ഇരിക്കുന്നയാള് എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ആ കമ്പനിയിൽ ഏറ്റവും മഹത്വവും ഔന്നിത്യവും അധികാരവും ഉള്ളവരാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അതേപോലെ പടച്ചവൻ എല്ലാറ്റിനും ഉപരിയാണ് എന്ന് പറഞ്ഞാൽ അത് എക്സാൾട്ടേഷൻ ആണ്. അതായത് ദ മോസ്റ്റ് ഹൈ, എല്ലാ പദവിയും ഔന്നിത്യവും അധികാരവും ഉള്ളവനാണ് എന്നാണ് അതിന്റെ അർത്ഥം.